നോക്കണ്ട ആകാശത്തേക്ക് നോക്കണേ. അല്ല കാക്കയിലേലോ മലിന് പറക്കുണ്ടോ നോക്കേനു. അതിന് ആകാശം നോക്കല് പുഴയല്ലല്ലോ നോക്കല്. എന്താ പുഴയിലേക്ക് നോക്കാൻ പോവാ? അല്ലല്ല ഇവിടുത്തെ പൂവങ്കോയി മുട്ടട്ടിക്കണോ നോക്കാൻ പോവാ. അതോ ഈ വല്ലാണ്ട് മക്കാറാക്കല്ലോ ഞമ്മളെ. രാവിലെ മീൻ വിൽക്കാൻ പോയാൽ പാതിരാത്രിക്കാണ് നിങ്ങൾ കേറി വരിക. ഇന്ന് രാവിലെ പോയിട്ട് രാവിലെ തന്നെ കേറി വന്നപ്പോ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കൂ? സംശയം ഉണ്ടെങ്കിൽ ഈ ഞമ്മളൊന്ന് ഉള്ളി നോക്ക്. ഇത് ഞമ്മൾ തന്നെയാ പത്തോ. ഇനി മുതല് അന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഞമ്മള്. ഇത് എന്ത് പറ്റി? ഒരു ജന്മം മുഴുവൻ പോരെ പത്തു. അന്നെ സ്നേഹിക്കാന്ന് ഞമ്മക്ക് മനസ്സിലായി. അടുത്ത ജന്മം നമ്മള് പോയി അത് നിങ്ങൾ കൊയനാട്ടാക്കൂലേ? അന്ന് ഞമ്മള് അന്റെ കൗത്തില് ഇതിലും വലിയൊരു മാല ചാർത്തു. ആണീ പിന്നല്ലാണ്ട് പത്തു ഈ അന്റെ ആ മാല കൊണ്ട് ഊര്. അയ്യടാ എന്തിനാ? അല്ല തൂക്ക് എത്ര ഉണ്ട് നോക്കാനാ? ഒന്ന് പണയം വെക്കാനാണ്. ചെറിയൊരു ആവശ്യമുണ്ട്. അതിന്റെ 10 ഇരട്ടി നമ്മൾ അടുത്ത ജന്മത്തിൽ നമുക്ക് വാങ്ങി തരുമല്ലോ. അത് ഈ ജന്മത്തിലെ കടങ്ങള് തീർക്കും. പച്ച കല്ല് ഇങ്ങനെ പിടിപ്പിച്ചൊരു നെക്ലേസ് ഇല്ലായിനോ? അതിന്റെ ഒരു കല്ല് ലേസൊന്നും ഇങ്ങനെ ഇളകിപ്പോയി. അതൊന്ന് വെച്ച് രങ്ങളെ തന്നി. നിങ്ങൾ അത് കൊണ്ടുപോയി പണയം വെച്ച് ആർന്നാ എടുത്ത് വിൽക്കുകയും ചെയ്യും. ആദ്യവുമായി കൊണ്ട് തിരി മൂസക്കായെ കാള വാല് പൊക്കുമ്പോ നമ്മക്കറിയാ എന്തിനു വേണ്ടിയിട്ടാണിന്ന്. എന്താണ് ഒരു സ്നേഹവും തട്ടത്ത് പിടിക്കുന്നേ നുറുക്കുന്നേ. അല്ല വല്ലാത്തൊരു ടൈറ്റ് വന്നോണ്ടാണ്. അതാണ് ആകെ കുടുക്കി പോയത്. ഇതിന് മാത്രം ഡേറ്റിംഗ് ഒക്കെ എഴുന്നു വന്നി. ഈ ചീത്ത പറയില്ലെങ്കിൽ നമ്മളാ സത്യം പറയാം. പറഞ്ഞോളി. ഏടെങ്കിലും മധ്യസ്ഥം അറിയാൻ പോയിണ്ടോ? അല്ലാണ്ട് എന്തേറ്റാ? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഉണ്ണിയെ കണ്ടില്ലെങ്കിൽ നല്ല കണ്ടാൽ അറിയില്ലേ? ഏതുണ്ണി? ഉണ്ണി. ഓ അപ്പൊ ആളെ പേര് വരെ എനിക്ക് മനസ്സിലായില്ലേ? സമ്മതിച്ചു പറ്റൂ. ഇതൊരു സംഭവം തന്നെയാ. സംഭവം മധ്യസ്ഥം തന്നെയാ. വടക്കേലെ ഉണ്ണി തെക്കേലെ കുമാരന്റെ അടുത്ത് 20,000 രൂപ കടം വാങ്ങി. ഇക്കഴിഞ്ഞ 20 കൊടുക്കാന്നാ പറഞ്ഞേ. അത് മധ്യസ്ഥം പറഞ്ഞ ഞമ്മളാ. ഇപ്പൊ ഉണ്ണി മുങ്ങി. കുമാരന് പൈസ കൊടുക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞിക്കണേ മധ്യസ്ഥത്തിൽ നിങ്ങൾ നിൽക്കരുതേനി. നിർത്തി. ഇതോടെ നമ്മൾ നിർത്തി. ഈ ആ മാലം കൊണ്ടാ പൈസ ഉണ്ണി തരൂ. ഓന് തൽക്കാലം ലേറ്റല്ലേ. ഉണ്ണി തരൂ. ഇതോടെ പരിപാടി നിർത്തും നിങ്ങളെ. ഇതോടെ നിർത്തും. ഇതാണ്ട് തല തൊട്ട് മാണ്ടഞ്ച തല പൊട്ടി തെറിച്ചു. സത്യം ഒന്നും മാണ്ട. നമ്മള് മാല തരാം. വാക്ക് പാലിക്കണോ? എന്താ സുശീല? ആകെ പ്രശ്നമായി. എന്താ പ്രശ്നം? ട്രൗസറോ? അതൊക്കെ വിശദമായിട്ട് പറയാ. വേഗം വന്നില്ല, ഒരു കൊലപാതകം നടക്കും. എവിടെ? പിച്ചാത്തിന്റെ വീട്ടില്. ഇപ്പം മധ്യസ്ഥം പറഞ്ഞ 2 ജീവൻ രക്ഷിക്കാം. വേഗം വാ. ഇല്ല സുശീല, നമ്മള് മധ്യസ്ഥം നിർത്തിക്കണ്. എന്തായി പറയുന്നത്? മധ്യസ്ഥം നിർത്തർ മുസക്ക. അയ്യൊരു കഴിവ് ദൈവം അറിഞ്ഞു തന്നതാ. കൂടുതൽ മധ്യസ്ഥം പറഞ്ഞ് പരിപോഷിപ്പിക്കല്ലേ വേണ്ടത്. സംസാരിക്കാൻ സമയമില്ല. പത്തോ ഇത് ലാസ്റ്റാ. ഇനി നമ്മൾ ഒരു മധ്യസ്ഥത്തിനും പോവില്ല. തന്ന സാധനം തിരിച്ചു ചോദിക്കരുത് പത്തു. അത് ശരിയല്ല. അങ്ങനെ പറയരുത്. പോട്ടെ പെങ്ങളെ. വാ വാ വാ. 1 2 അല്ല, ജനിച്ചന്റെ മുനക്ക് ഞാൻ ഈ 4 ട്രൗസർ കാണാൻ തുടങ്ങിട്ട് വെറുതെയാണ് ഞാൻ ഈ കോലത്തിലായത്. എന്റെ മുറ്റത്തലയില് എന്നെ അറിയണമെന്ന് എനിക്കറിയാം. ഞാൻ എന്നെ അയ്യോടാ. അതിനെ മുമ്പ് നിന്റെ കയ്യാൻ പറ്റോടാ ചെറ്റേ. പിച്ചാത്തിയെ, എന്താണ് പിച്ചാത്തി? തല്ലൊന്നിനൊരു പരിഹാരമില്ല. ഏത് പ്രശ്നവും നമുക്ക് പറഞ്ഞു പരിഹരിച്ചൂടെ? പറഞ്ഞാൽ തീരാത്ത പ്രശ്നമുണ്ടോ? തീർത്ത ഓന് നന്ന്. ഇല്ലേ താൻ എന്നെ മൂക്കിൽ വലിക്കോ? ഒന്ന് പോടോ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. പിച്ചാത്തിക്ക് ഒന്ന് അടങ്ങി. സുശീല, ഈ ആ കാര്യം ഒന്ന് വിശദമായിട്ട് പറയും. നമ്മളൊന്ന് കേക്കട്ടെ. മൂസക്ക, ഇതാണ് നമ്മുടെ കഥാനായകൻ. പിച്ചാത്തിന്റെ വീട് ജോസഫിന്റെ വീട് മൂസക്കൊന്ന് നോക്കി നോക്ക്. മുഖത്തോട് മുഖല്ലേ, ഒരു മറവ് പോലും ഇല്ലല്ലോ. അതൊരു നല്ല കാര്യമില്ല സുശീല. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാല് ഒരു വെളിപ്പാടാകല ഒരാളുണ്ടെന്ന് പറഞ്ഞ ഭാഗ്യല്ലേ? വെളിപ്പാട് മാത്രല്ല മൂസക്ക, ആംഗ്യം കാണിച്ചാലും കാണാം. പിന്നെ ഈ ജോസഫിന്റെ ട്രൗസറാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അല്ല, ഈ ട്രൗസർ ഇപ്പൊ എന്താക്കിന്നാ പറയണത്? എന്റെ മൂസക്ക, ഞാൻ രാവിലെ വാതിലോടന്ന് വന്നാൽ കണി കാണുന്നത് ഈ ട്രൗസറാ. പിന്നെ അന്നത്തെ ദിവസം നായ നക്കിയ പോലല്ലേ കൊറേ കാരെ ഞാനത് കാണുന്നു. എന്റെ മുറ്റത്ത് എന്തു അറിയിടാനുള്ള അവകാശം എനിക്കുണ്ട്. അത് നീ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടടാ. ജോസഫേ, ഇട്ടോ ഈ അയൽ ഇവിടുന്ന് മാറ്റിയിട്ടൊന്ന് സൈഡിലേക്ക് കെട്ടിക്കൂടെ? അത് പറ്റത്തില്ല. എന്താ? അത് ശരിയാവത്തില്ല. കണ്ടോ, അല്ലാണ്ടപ്പോ പിച്ചാത്തിന്റെ വീടിന്റെ മോന്തായും തിരിച്ചു വെക്കാൻ പറ്റൂല്ലോ. വീടിന്റെ മോന്തായം തിരിച്ചു വെക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നും രാത്രി കമ്പനിക്കാരുമായിട്ടുള്ള കള്ളുകുടിയും പാട്ടും അവസാനിപ്പിക്കാലോ. ഓ, അപ്പൊ അതാണ് ട്രൗസർ വാശി. എന്റെ വീട്ടിൽ ഞാൻ പാടും മാടും എനിക്ക് തോന്നുകയൊക്കെ ചെയ്യും.
അപ്പൊ ജോസഫിനോട് അത് പറയാനുള്ള അധികാരം എനിക്ക് ഇല്ല പിച്ചാത്തി. മൂസക്ക, ഞാൻ രാവിലത്തെ കണിയിൽ വിശ്വസിക്കുന്ന ഒരാളായി പോയി. എന്താ ചെയ്യാ? എന്നാ പിന്നെ ഈ കള്ളുടിയും പാട്ടും നിർത്തണം, പറ്റുമോ? അങ്ങനെയാണ് ഞാൻ ഇപ്പൊ അയച്ചേക്കാം. ആ പിച്ചാത്തി ഈ പാട്ടും ഡാൻസും ഒക്കെ ഷാപ്പിൽ പോരെ, കൂടെ ഞാനുണ്ടാവും, പിന്നെ താറാമുട്ട ഉണ്ടാവും. നിങ്ങൾ രണ്ടാൾ ഒരു കാര്യം കേൾക്കണം. ദൂരെയുള്ള ബന്ധുവിനേക്കാളും നല്ലത് അടുത്തുള്ള അയൽവാസി അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു നിലവിളി കേൾക്കുമ്പോ ഓടി വരാൻ അയൽവാസികൾ ഉണ്ടാവുള്ളൂ. ജോസഫേട്ടാ, നിങ്ങളെ കൈ ഇങ്ങോട്ട് തരും. അല്ല, അത് ശരിയാവത്തില്ല. ഇങ്ങോട്ട് തരീന്ന്. അല്ല, അത് ശരിയാവത്തില്ല. ആ കൈ കൊണ്ട് ഞാൻ തരൂല. ഇങ്ങോട്ട് കൊണ്ടോ. ഒന്ന് ചിരിച്ചൂട്. ഒന്ന് ചിരിച്ചൂട്. ഇനി എന്റെ ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞാനാണോ പ്രശ്നക്കാരൻ? ആടെ ഞാൻ ഇപ്പൊ അയച്ചേക്കാം. അപ്പൊ എല്ലാം സബൂറായി. ഇനി മനസ്സമാധാനമായിട്ട് രണ്ടു കൂട്ടർ അങ്ങ് തിരിച്ചു പോവുക. ഒരു തല്ല് കാണാനുള്ള ചാൻസ് എല്ലാരും കൂടി നശിപ്പിച്ച് വെറുതെ ആളെ കുതിപ്പിക്കാൻ. അപ്പൊ പ്രശ്നമൊക്കെ സോൾവ് ആയല്ലോ, മനസമാധാനം കിട്ടിയല്ലോ. ഇനി ഞങ്ങളെ സന്തോഷം കിട്ടിയ ഞങ്ങൾക്ക് ഈശോയെ നാടാ. എവിടെ? നമുക്ക് വൈകിട്ട് ഷാപ്പിൽ കാണാം. നീ വിട്ടോ, ഞാൻ വരാം. Thank you, പ്രൊഫസർ. ആ. പ്രൊഫസർ. ഇനി ഇതങ്ങ് അഴിച്ചേക്കാം. ഇത് അഴിക്കാൻ പോവാണോ? എന്തിനാ അയക്കുന്നേ? എന്ത് നല്ല ട്രൗസർ. ഇതിവിടെ കിടന്നോട്ടെ. ഇത് ഈ വീടിന്റെ ഒരു വർക്കത്തല്ലേ? തനിക്ക് ഇഷ്ടായോ? പിന്നെ ഇഷ്ടായോന്നോ? എന്നാ താനെ എടുത്തോടോ. അയ്യയ്യയ്യേ. ദാ വരണി. എത്ര നേരായി ഒരുങ്ങണ്. ഇങ്ങോട്ട് വേഗം വാ. മൂസക്കായി, നമുക്കൊരു ഫ്ലെയർ വാങ്ങിയാലോ? ആദ്യത്തെ സാധനം ആ ഒരു സാധനം ആയിട്ടാണ്ടല്ലോ നമുക്കൊരു പ്രത്യേക സ്റ്റൈലായിരിക്കും. ഒന്നും കൊടുത്തിന് എന്തിനാ പൊട്ട് പാത്തു? ആ പൊട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു പൊട്ട് വാങ്ങണോ? ആർക്ക് അനക്കോ? എനിക്കല്ല, രമണിയേച്ചിന്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാള്. ഒരു പ്രസന്റ് കൊടുക്കണ്ടേ? മൂപ്പത്തിക്ക് ഒരു വട്ടപ്പൊട്ട് ഇടുന്ന സീലല്ലേ? ഇന്ത്യ പൊറാട്ടയാണ് അല്ലേ? ആ പൊറാട്ട മാത്രം പോരാ, പൊറാട്ടയും വേണം, ബീഫും വേണം. നമുക്ക് പരികളിലേക്ക് പോവാം. അടുത്ത് മാങ്ങാ മീൻകറി മതി. ആ പിന്നെ ഒരു കാര്യം, മറ്റന്നാളാണ് സെക്കിനേന്റെ മോളെ നിക്കാഹി. അന്ന് നാട്ടുകാരെ പ്രശ്നം തീർക്കാൻ വേണ്ടി പോരുത്. ഞമ്മള് മധ്യസ്ഥ നിർത്തി പാത്തു. വൈദ്യത്തില് നിന്നാ ഈ വേഗം വണ്ടി കയറി. നേരം വയ്ക്കാലേ തുണിപ്പടിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. മൂസക്കായി, ഞാനൊരു സാരി വാങ്ങിയാലോ? എല്ലാം കൂടി പുയിങ്ങി തിന്നാൻ എനിക്ക്. ഡി, അല്ല, എല്ലാം കൂടി ഇട്ടാലേ നല്ല ചന്തയ്ക്കുന്ന അറിയാ. ആ ഒരു കേസനായിരിക്കൂലേ? ആ വണ്ടി കയറി. ഈ ഭാഗത്താണോ പോത്തെ കേരള? പാറമട പൊട്ടി, പരമശിവൻ ഞെട്ടി, പാർവതിക്ക് കുട്ടി, പെൺകുട്ടി അല്ല ആൺകുട്ടി അല്ല ഗണപതി കുട്ടി ആവുന്നുണ്ട് ഇവിടെ തന്നെ. നിങ്ങള് പറഞ്ഞതാ കറക്റ്റ്. അബ്ദുൽ കലാം വലിയ സംഭവമൊക്കെ ഒക്കെ മരിച്ചൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ വിചാരിച്ചാൽ അവധി കൊടുക്കാത്തെന്ന് പറഞ്ഞ മാത്രം ശരിയായി. എന്താടാ, പക്ഷെ എന്നാലും അബ്ദുൽ കലാമിനെ സമ്മതിക്കണം. നമ്മളെ പോലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് ഇത്രയും വലിയ സംഭവമായില്ലേ. ഓ, അത് വലിയ അമ്പാണെന്ന് നമ്മക്ക് തോന്നില്ല. എന്നാ ഈ ഒന്ന് രാഷ്ട്രപതിയായിട്ട് കാണിക്കി. എന്ന് പറഞ്ഞ രാഷ്ട്രപതി അല്ലെ പ്രായണ്ടേ? ഞാൻ പ്രായട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ആദ്യേ +1 തോറ്റ സബ്ജക്ട് എഴുതിയെടുക്കാൻ നോക്ക്, എന്നിട്ടാവാ രാഷ്ട്രപതി ആവുന്നേ. അല്ല, തോൽവി വിജയത്തിന്റെ മുന്നോടിയാണല്ലോ. അതാണ്, പക്ഷെ എപ്പോഴും ഇങ്ങനെ തോക്കുന്നത് മുന്നോടിയാണോ പിന്നോടിയാണോ എന്ന് പറയാൻ പറ്റില്ല. ഒരു രാഷ്ട്രപതി വന്നേക്ക് കണ്ടേച്ചാലും മതി. അല്ല, ഇത്താത്തൊക്കെ എന്താണ് ആഗ്രഹം? എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. നല്ലൊരു പൈസക്കാരനെ കിട്ടി ഒരു പണിയും ചെയ്യാതെ വെറുതെ കുത്തിരുന്ന് TV കാണേ തിന്നൊക്കെ ചെയ്താ മതി, അത്രേ ഉള്ളൂ. ഞാനും ആ ഒരു ലൈൻ തന്നെ പിടിച്ചാലോ എന്ന് ആലോചിക്കുക. എങ്ങനെ? അതായത് നല്ല പൈസയുള്ള വീട്ടിലെ പെണ്ണിനെ കിട്ടുക, എന്നിട്ട് ഇത്താത്ത പറഞ്ഞ പോലെ വെറുതെ ടിവിയും കണ്ട് തീറ്റയും നിന്ന് അങ്ങനെ ജീവിക്കുക. എടാ, +2 തോറ്റവനെ കൊണ്ട് പൈസ ഉള്ള വീട്ടിലെ പെൺകുട്ടികളെ കെട്ടിക്കാൻ ആരും നിൽക്കൂല. ഞമ്മൾ ജയിക്കൂ താത്ത. പൈസയുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടാൻ ഞമ്മൾ എത്ര കഷ്ടപ്പെടാൻ തയ്യാറാ. ഈ എത്ര കഷ്ടപ്പെട്ടാലും അന്റെ ഈ മോത്തിന്റെ ഷേപ്പിന് മാറ്റൊന്നും വരാൻ പോകുന്നില്ല. ഈ സൈസ് മോന്തള്ളോരെ പൈസ ഉള്ള വീട്ടിലെ പെൺകുട്ടികൾ കിട്ടുന്നു എനിക്ക് തോന്നുന്നൊന്നുമില്ല. റിസ്വാനെ, ഈ ഒന്ന് കണ്ണാടി പോയി നോക്കടാ, ഭയങ്കര വൃത്തിയാണ് എന്റെ മുഖം. അല്ല, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പൈസയുള്ള വീട്ടിലുള്ളതിനെ പ്രേമിച്ച് വീഴ്ത്തു. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ ആണല്ലോ. ആ, പ്രേമത്തിന് കണ്ടില്ല, പക്ഷെ ഈ പെൺപിള്ളേർക്ക് കണ്ണുണ്ടല്ലോ. നിങ്ങളൊന്ന് പോയി താത്ത, സുന്ദരിയാന്നാ വിചാരം. എന്തായാലും അന്റെ അത്രയൊന്നും മോശമൊന്നുമില്ല. ഓ ശരി, സമ്മതിച്ച്. എന്നാ എത്താത്ത നടന്നോളി. സൗന്ദര്യം ഇല്ലാത്തവരോട് നടന്നിട്ടേ നിങ്ങളെ സൗന്ദര്യം പോണ്ട. ഈ സൗന്ദര്യമില്ലായ്മ അങ്ങനെ പകരുന്ന രോഗമൊന്നുമല്ലല്ലോ. ഓ, എന്നാലും സാരല്ല, നിങ്ങൾ പോയിക്കോളി. ഞാൻ സൗന്ദര്യം ഇല്ലാത്തൊരു പാവോ, ഞാൻ പതുക്കെ വന്നു.
ഉപ്പച്ചി നേരെ ആവൂല റിസ്മോനെ, അതാണ് പ്രശ്നം. അല്ല ഈ ഉപ്പച്ചി എവിടെ പോയതാ? ഏട്ടെങ്കിലും പൊയ്ക്കോട്ടെ, ഉത്തരവാദിത്തമില്ലാത്ത ആ മനുഷ്യനെ നമുക്ക് കാണണ്ട. റസിയ, പട്ടിണി നമ്മൾ എത്രമാണെങ്കിലും സഹിക്കൂ, പക്ഷെ സാരി മാങ്ങി തരാന്ന് പറഞ്ഞു പറ്റിച്ചാൽ നമ്മൾ സഹിക്കൂല. ഈ ഉപ്പച്ചി എവിടെ പോയതാ? ഇന്ന് രാവിലെ മുതൽ കയ്യും പിടിച്ച് നമ്മളൊപ്പം തന്നെ ഉണ്ടായിനു. തൊൺപീടിയന്റെ മുന്നിലെത്തിയപ്പോ ആ ഇബിലീസ് ഉണ്ട് വന്ന് നിക്കണി. ആര്? സുശീലേ. എന്നിട്ട് എന്നോട് വേണ്ടതൊക്കെ നോക്കി വെച്ചോളാൻ പറഞ്ഞിട്ട് പോയതാണ് മൂസക്കായി. ഞാൻ എല്ലാം മാങ്ങി ബില്ലും ആയിട്ട് കാല് കൊന്നി. പൈസ ഇല്ലാതെ കൊണ്ടേ തുൺപീടിയാലും നാറിക്കോയി മാന്തലായി. ഉപ്പച്ചി എവിടേക്ക് പോയേ? ഏട്ടുമാണെങ്കിലും പൊയ്ക്കോട്ടെ, ഇനി നമ്മൾ ഈ പടി കയറ്റൂല. അല്ല നിങ്ങൾ എന്തേതാ പുറത്തേക്കണേ? താക്കോൽ നിങ്ങൾ കൊണ്ടുപോയി ഞാളെന്താ ചെയ്യാ? അല്ല നിങ്ങൾക്ക് ഇന്ന് സ്കൂളൊന്നുമില്ല? സ്കൂളൊക്കെ ഉണ്ട്, പക്ഷെ പുറത്താക്കി. എന്തിന്? ഇന്നലെ PTA മീറ്റിംഗ് നിർബന്ധമായിട്ട് ഉപ്പച്ചിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ വരൂന്ന് ഉപ്പച്ചി പറഞ്ഞതാ, പക്ഷെ വന്നില്ല. റിസ്വാൻ ക്ലാസ്സിൽ കയറണമെങ്കിൽ ഉപ്പച്ചി സ്കൂളിൽ വരണം ഉമ്മച്ചി. ഇവൻ ലേശം പ്രശ്നക്കാരനാ. അല്ല അതിന് ഈ എന്തിനാ പോന്നേ? അല്ല റിസ്വാൻ ഒറ്റക്കല്ലേ, ഓനൊരു കമ്പനി കൊടുക്കാനാ ഞാനും കൂടെ പോന്നേ. റിസ്മോനെ, ഇനി PT ഉണ്ടെങ്കിൽ ഈ നമ്മളോട് പറഞ്ഞാ മതി. പിന്നൊരു കാര്യം, സ്കൂളിൽ കച്ചറുണ്ടാക്കിയാല് വിളിച്ചുണ്ടാക്കി വേറുപ്പച്ചനെ നോക്കേണ്ടി വരും. മൂസക്കൈന് കിട്ടൂല. നാട്ടിലെ കച്ചറ മുഴുവൻ പരിഹരിക്കാൻ നടക്കല്ലേ മൂപ്പര്? സ്വന്തം ചെക്കൻ തല തിരിയുന്ന മൂപ്പര് കാണൂല. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാ എനിക്ക് നന്ദി. ചെറുബേ പള്ളയെ പയിച്ചിട്ട് നമുക്കൊരു കൊതവുമില്ല. പൊറാട്ടയും ബീഫും വാങ്ങി തരാന്ന് പറഞ്ഞ് കൊതിച്ചു പോയതാ നമ്മളി. കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി, അല്ലാണ്ട് ഇത് പറയാനാ? ഹലോ, എന്തേ ഉമ്മ? താക്കൂല എന്റെ ഉപ്പച്ചിന്റെ കയ്യിലാണല്ലേ. റിസ്മോനെ തുൺപിടിയെന്ന് വിളിച്ച് വിളിച്ച് എന്റെ കൈക്ക് നീര് വെച്ചിക്കണേ. റസിയാക്കി ഒന്ന് വിളിച്ചു നോക്കി. ആ മനുഷ്യന് കിട്ടൂല. കിട്ടുണ്ടോ? ഇല്ല, സ്വിച്ച് ഓഫാ. ഏടെങ്കിലും മധ്യസ്ഥം പറഞ്ഞേക്കൂ. ഇരുന്നല്ലേ ക്ലാസിന്റെ പുറത്ത് ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെ. നമുക്കെല്ലാം കൂടി ഭ്രാന്ത് എടുക്കടി. ക്ഷമിക്ക്. നമ്മക്ക് ശ്രമിക്കാൻ പറ്റൂല. ഇന്നത്തോടു കൂടി നമ്മളെ സകല ഇടപാട് അവസാനിപ്പിച്ചിരിക്കണം പോരെ? ഇത് നമ്മൾ കൊറേ കേട്ടിക്കണ്. അല്ല, ഇത് ഇത് ഇയാള് കോയിക്ക് സത്യം. അല്ലോഞ്ച പൊന്നു മോനെ, നമ്മളെ തലയിൽ തൊട്ട് സത്യം ചെയ്യണ്ട. എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം. സ്വന്തം തലയിൽ വെച്ചങ്ങ് സത്യം ചെയ്തോടി നിങ്ങള്. അനക്ക് നമ്മൾ അത്രക്ക് വിശ്വാസമില്ലല്ലേ? ഇല്ല, ഇഞ്ച കാര്യങ്ങൾ മറന്നോളി. റിസ്മോൻ ഇന്ന് ക്ലാസ് നിന്ന് പുറത്താണ്. ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോകുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പോയോ? ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റൂലേ പാത്തു? ആ പോലീസുകാരനെ നിങ്ങൾ പോലീസുകാരനാ? ആണോ? നിങ്ങളെ പണി തേറ്റോ? മീൻകാരെ അല്ലേ? ഈ പാത്തുന്റെ ഒരു തമാശ. തൊട്ടി പോയിരുത്തി. പാത്തു ഈ അങ്ങനെ പറഞ്ഞ് നമ്മൾ തളർന്നു പോവില്ലേ? ആ, നിങ്ങൾ തളർന്ന് കൊയഞ്ഞ് വീണ് അടിയണോ? ജീവിതത്തിലെ ലേസ് ഉത്തരവാദിത്വമൊക്കെ ആണോ? നാളെ മുതൽ നമ്മൾ നന്നാവും. നാളെ റിസ്വാന്റെ സ്കൂളിലും പോകും. എന്താ പോരെ? ഉറപ്പാണല്ലോ? ഉറപ്പ്. റിസ്വാന്റെ സ്കൂളിൽ പോയാൽ മാത്രം മതിയോ? ഞാൻ എന്താക്കൂ? നയ്യുമ്പോ ഒരു സ്കൂളിലേക്ക്. അതല്ല, നമ്മളെ നിക്കാഹിന്റെ സാരിന്റെ കാര്യവും. അന്റെ നിക്കാഹോ? നിക്കാഹല്ല, സെക്കീനന്റെ മോളെ നിക്കാഹി. അത് വാങ്ങിട്ടല്ലേ നമ്മൾ വന്നത്. അന്ന നമ്മൾ പിണക്കോ പാത്തു? ഈ തുണിപ്പേടിയിൽ എടുത്തു വെച്ച മുഴുവൻ നമ്മളിത് അങ്ങോട്ട് എടുത്തു. ഇച്ചിരി ഉത്തരവാദിത്വമൊക്കെ വന്നിക്കണ്. നീ നമ്മളോട് ക്ഷമിച്ചെന്ന് പറയും. സാരി നോക്കട്ടെ, ഇഷ്ടായാലേ നമ്മൾ ക്ഷമിച്ചെന്ന് അറിയൂ. മേലാൻ ഇത് ആവർത്തിക്കരുത്. ശരി മുതലാളി. വീഡിയോക്കാരൻ പറഞ്ഞത് അങ്ങോട്ട് ഇതാ ഞാൻ എടുത്തേച്ചേന്ന്. എത്ര നേരം നോക്കിട്ട് അത് കിട്ടിയെന്നറിയോ? പിന്നല്ലാണ്ട് 1550 ഉറുപ്പ്യ. ഇതൊന്നും ഇട്ടിട്ട് തിളങ്ങണം. പാത്തോ ഒന്ന് വേഗം വാ, മതി പെയിന്റ് അടിച്ചേ. നല്ല മഴ ഉണ്ട് വരുന്നിട്ടോ. നനഞ്ഞാ മേക്കപ്പ് ഒക്കെ ഒലിച്ചു. ഒരു പ്രശ്നമുണ്ട്. ഞാൻ മധ്യസ്ഥ നിർത്തി സുശീല. അത് മൂസക്കന്നെ പറയണല്ലേ പ്രശ്നം. പറഞ്ഞ പാത്തു പ്രശ്നാക്കൂ. മൂസക്ക ഇത് ചില്ലറ മധ്യസ്ഥനല്ല, നമുക്ക് നന്നായി തടയുന്നതാ. ഈ ബാം വിട്ടോ, പാത്തു എന്നെ കണ്ട ആകെ പ്രശ്നവും. വാ മൂസക്കായി, എനിക്കിന്നൊരു കല്യാണോ. നിങ്ങളെ കല്യാണം ഒന്നല്ലല്ലോ, അപ്പൊ പ്രശ്നമില്ല.
എന്നാ ഞാൻ വൈകുന്നേരം വരാം. ഒട്ടും സമയം പോക്കാനില്ല മൂസക്ക. പട്ടാളം ഗോപാലകൃഷ്ണന്റെ മോളും റബ്ബർ വെട്ടുന്ന ഔസേപ്പിന്റെ മോനും ഒളിച്ചോടി. പട്ടാളം തോക്കെടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഔസേപ്പിന്റെ ആളുകളും ഉണ്ട്. കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ നാട് കുട്ടിച്ചോറാവും. അന്നേരം ഒരു കല്യാണോ? അല്ല എന്നാലും ഒരെന്നാലുമില്ല. നിങ്ങൾ വാ. എന്നാ നമ്മൾ പാത്തുവിനോടൊന്ന് പറയട്ടെ. ഇപ്പം മിണ്ടണ്ട. പാത്തു നിങ്ങളെ ഭാര്യയല്ലേ. പാത്തുവിനോട് പിന്നെ പറഞ്ഞാലും മനസ്സിലാവൂലേ. അതുപോലെയാണോ പട്ടാളോ? വേഗം വാ. എന്നാ വന്ന് കേറുന്നാലേ ഓള് കാണും. കേറിയോ? എങ്ങനെയുണ്ട് ഇത്? ഏ, മൂപ്പര് പോയി. ആ ഇതാ സുശീലന്റെ കൂടെ പോണ ആ അല്ലോ, ഇന്നത്തോട് കൂടി നമുക്ക് രണ്ടിലൊന്ന് അറിയണം. പക്ഷെ ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. തേങ്ങ പിണ്ടാക്കി അളിയതപ്പോ വന്ന് എന്തൊന്നും മിണ്ടാത്ത പല്ലുവേനയാ? അളിയന്റെ പല്ല അടിച്ചു കൊഴിക്കാൻ നിൽക്കാ ഞാൻ. അതിന് നമുക്ക് കേടുള്ള പല്ലൊന്നും ഇല്ലല്ലോ സുക്കൂറെ. ഈ വാ നമുക്ക് അത്തിരുന്ന് സംസാരിക്കാം. പാത്തുവോ, സുക്കൂറിനെ സുലൈമാനി എടുക്ക്. ഇത്താത്ത അവിടെ ഇല്ല. എവിടെ പോയി? നരിക്കുനിലുള്ളത്. അതിന് ഈ എന്തിനാ ഇങ്ങനെ റോങ് ആവണ്? ആ അതങ്ങനെ. നരിക്കുനി പോണ കാര്യം ഓള് നമ്മളോട് പറഞ്ഞില്ലല്ലോ. അളിയൻ ചെയ്യുന്ന ഒരു കാര്യം ഇത്താത്തനോട് പറയില്ലല്ലോ. ഇത്താത്തന്നെ ഇങ്ങോട്ട് വരൂല. അത് പറയാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നരിക്കുനി താമസിക്കണത് അതൊക്കെ എങ്ങനെ സുക്കൂറെ ശരിയാവുക? അളിയൻ എന്നുള്ള വിളിയേ 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായല്ലോ കാര്യങ്ങള്. പാത്തു ഇന്നും ഒഴിവാക്കാനോ? കുടുംബം നോക്കാത്ത കെട്ടിയോനെ എന്തിനാന്ന് ഇത്താത്ത ചോദിക്കുന്നത്? സുക്കൂറെ ചതിക്കരുത്. ഇതൊന്ന് സോൾവ് ആക്കി തരണം. എളുപ്പമൊന്നും സോൾവ് ആകുന്ന പ്രശ്നമല്ലല്ലോ അളിയാ അത്. ഇത്താത്ത സ്ട്രോങ്ങാ. പാത്തില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മളിനി കുടുംബം നോക്കൂ. മധ്യസ്ഥ പണി നമ്മൾ നിർത്തി. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടെന്താ? പിന്നെ ആരോടാ നമ്മൾ പറയണ്ടത്? ഇത്താത്തനോട്. എന്നാ പിന്നെ പാത്തുനോട് പറയാ. ഇത്താത്ത അളിയനെ കാണണ്ടെന്നാ പറയുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ നേരിട്ട് പറയാ? എന്നാ പിന്നെ ഫോൺ ചെയ്ത് പറയാ. അളിയന്റെ ഫോൺ ഇത്താത്ത എടുക്കൂല. അളിയൻ അത്രയ്ക്ക് വെറുത്തു പോയി താത്ത. നമ്മളെന്താ കാട്ടുക? ഒരു മധ്യസ്ഥം വെച്ച് പരിഹരിക്കാം. അത് തന്നെ വഴി. മധ്യസ്ഥനോ? ആര് മധ്യസ്ഥം പറയൂ? ആളൊക്കെ എന്റെ കയ്യിലുണ്ട്. ആര്? സുശീല. സുശീൽ. സുശീലനോ? ഗുരു അനുഗ്രഹിച്ചാലും സ്വതന്ത്രമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ മധ്യസ്ഥയാവുന്നു. അതും ഒരു മധ്യസ്ഥ ഗുരുവിന്റെ കുടുംബ പ്രശ്നം. അനുഗ്രഹിച്ചാലും. അപ്പൊ നാളെ കൃത്യം 9 മണിക്ക് നരിക്കുനിയിൽ വെച്ച് മധ്യസ്ഥം. സുക്കൂറെ വായ്പാക്കാണ്ട പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സുശീലിനോട് പറയും. മൂസക്ക ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനില്ലേ ഐശ്വര്യായിട്ട് കൂലി തന്നു. സുശീല